പാതി വഴിയിൽ നിർത്തിയ IPL മെയ് 17 മുതൽ പുനരാരംഭിക്കുമെന്ന് BCCI കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മെയ് 25-ന് അവസാനിക്കേണ്ടിയിരുന്ന IPL പുതിയ ഷെഡ്യൂൾ പ്രകാരം ജൂൺ 3-നാണ് അവസാനിക്കുന്നത്. IPL നിർത്തിവെച്ചതോടെ പല വിദേശ താരങ്ങളും രാജ്യം വിട്ടുപോയി. ഒരാഴ്ചക്കുള്ളിൽ IPL പുനരാരംഭിക്കുമോ എന്ന സംശയവും സുരക്ഷാ മുൻകരുതലുമാണ് താരങ്ങൾ ഇന്ത്യ വിടാൻ കാരണമായത്. എന്നാൽ IPL ഉടൻ പുനരാരംഭിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ഏറ്റവും അധികം വെട്ടിലായത് ടീമുകളാണ്. രാജ്യം വിട്ട വിദേശ താരങ്ങളെയെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നതാണ് ടീമുകൾ നേരിടുന്ന വെല്ലുവിളി. കൂട്ടത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് കിരീട സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണെന്നാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. RCBയുടെ പല വിദേശ താരങ്ങളുടെയും തിരിച്ചുവരവ് സംശയത്തിലാണെന്ന് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആകെയുള്ള 8 വിദേശ താരങ്ങളിൽ നുവാൻ തുഷാര മാത്രമാണ് തിരിച്ചെത്തുമെന്ന് ഉറപ്പുള്ള താരം. ഈ സീസണിൽ RCBയുടെ ഇതുവരെയുള്ള പ്രകടനത്തിൽ നിർണായക സാന്നിധ്യമായ ജോഷ് ഹെയ്സൽവുഡ് പരിക്കിന്റെ പിടിയിലാണ്. തോളിന് പരിക്കേറ്റ താരം ജൂൺ 11-ന് നടക്കുന്ന ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഹെയ്സൽവുഡ് ഫിറ്റ്നസിന് മുൻതൂക്കം നൽകാൻ സാധ്യത ഏറെയാണ്. അങ്ങനെ വന്നാൽ ഹെയ്സൽവുഡിന്റെ തിരിച്ചുവരവ് ഈ സീസണിൽ RCB ആരാധകർ പ്രതീക്ഷിക്കേണ്ടതില്ല. മറ്റൊരു ഓസ്ട്രേലിയൻ താരം ടിം ഡേവിഡിന്റെ കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണങ്ങളൊന്നുമില്ല. IPL നിർത്തിവെച്ചതോടെ നാട്ടിലെത്തിയ താരങ്ങൾക്ക് IPLൽ തുടർന്ന് കളിക്കണോ എന്ന കാര്യം സ്വയം തീരുമാനിക്കാമെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ടിം ഡേവിഡ് RCBയിലേക്ക് തിരിച്ചെത്തുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. താരത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ RCB നടത്തുന്നുണ്ട് എന്നാണ് സൂചന. മറ്റൊരു വിദേശ താരം ലുങ്കി എൻകിഡിയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിനെ ഈ വീഡിയോ എടുക്കുന്നതുവരെ ദക്ഷിണാഫ്രിക്ക പ്രഖ്യാപിച്ചിട്ടില്ല. ഓസ്ട്രേലിയ ടീമിനെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഏത് നിമിഷം വേണമെങ്കിലും ദക്ഷിണാഫ്രിക്കയും ടീമിനെ പ്രഖ്യാപിച്ചേക്കാം. എങ്കിഡി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിൽ നേരിട്ടോ റിസർവ് താരമായോ സ്ഥാനം നേടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാൽ 2024-ൽ ആകെ 2 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് എങ്കിഡി കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തിന് നാഷണൽ ഡ്യൂട്ടി ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് RCB ആരാധകരുടെ പ്രതീക്ഷ. RCBക്കായി വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച റൊമേരിയോ ഷെപ്പേർഡ് അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും നടക്കുന്ന ഏകദിന പരമ്പരകൾക്കുള്ള വെസ്റ്റ് ഇൻഡീസ് ടീമിൽ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. മെയ് 21 മുതൽ ജൂൺ 3 വരെയാണ് വെസ്റ്റ് ഇൻഡീസിന് ഏകദിന മത്സരങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഷെപ്പേർഡ് തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പിന്നെ RCBയിലുള്ള മറ്റു വിദേശ താരങ്ങൾ ജേക്കബ് ബെത്തൽ, ഫിൽ സാൾട്ട്, ലിയാൻ ലിവിങ്സ്റ്റൺ തുടങ്ങിയ ഇംഗ്ലീഷ് താരങ്ങളാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ മെയ് 29, ജൂൺ 1, ജൂൺ 3 എന്നീ ദിവസങ്ങളിലാണ് ഇംഗ്ലണ്ട് ഏകദിന മത്സരങ്ങൾ കളിക്കുന്നത്. നേരത്തെ ദക്ഷിണാഫ്രിക്കയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ ഇംഗ്ലണ്ട് ഈ പരമ്പരക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല. ബെത്തൽ, സാൾട്ട്, ലിവിങ്സ്റ്റൺ തുടങ്ങിയ ഇംഗ്ലീഷ് താരങ്ങൾ ഏകദിന പരമ്പരക്കുള്ള ടീമിൽ ഇടം കണ്ടെത്തുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. നാഷണൽ ഡ്യൂട്ടി ലഭിച്ചാൽ ഇവരും IPL ഒഴിവാക്കാനുള്ള സാധ്യത ഏറെയാണ്. കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിൽ കുറഞ്ഞ വിദേശ താരങ്ങളെ വെച്ച് ടൂർണമെന്റ് പൂർത്തിയാക്കേണ്ട അവസ്ഥയിലേക്ക് RCB എത്തും. 11 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റ് നേടിയ RCB നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. മെയ് 17-ന് കൊൽക്കത്തക്കെതിരെയാണ് ബംഗളൂരുവിന്റെ അടുത്ത മത്സരം. മെയ് 23-ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും 27-ന് ലക്നൗ സൂപ്പർ ജയൻസിനെയും RCB നേരിടും. സീസണിലുടനീളം മികച്ച ഫോം പുറത്തെടുത്ത RCB ഇത്തവണ പ്ലേ ഓഫ് കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാനുള്ള പരിശ്രമങ്ങളാണ് ടീം നടത്തുന്നത്. വിദേശ താരങ്ങളുടെ കാര്യത്തിൽ തിരിച്ചടി നേരിട്ടില്ലെങ്കിൽ RCBയെ തടഞ്ഞു നിർത്തുന്നത് മറ്റ് ടീമുകൾക്ക് അത്ര എളുപ്പമാകില്ല. എങ്കിഡി ദക്ഷിണാഫ്രിക്കയുടെ ടെസ്റ്റ് ടീമിൽ സ്ഥാനം കണ്ടെത്തില്ല. ടിം ഡേവിഡിനെ സ്വാധീനിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ബെത്തൽ, സാൾട്ട്, ലിവിങ്സ്റ്റൺ എന്നിവരിൽ ആരെങ്കിലും ഒരാൾ ടീമിനൊപ്പം തുടരും എന്നതൊക്കെയാണ് RCB ആരാധകരുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ.